അധ്യാപകരുടെ പുനർനിയമനത്തിന് കോഴ വാങ്ങിയ കേസിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥനെ പ്രതി ചേർത്ത വിജിലൻസ്. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ സുരേഷ് ബാബുവാണ് കേസിലെ രണ്ടാം പ്രതി. വകുപ്പിലെ ഉന്നതർക്കും തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന നിഗമനത്തിലാണ് വിജിലൻസ്. അറസ്റ്റിലായ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ KP വിജയൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഏജന്റെന്നും കണ്ടെത്തി. അധ്യാപകരുടെ ഫയൽ വിവരങ്ങൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് ചോർന്ന വഴി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. പ്രജിത് മോഹൻ ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത്, വിവരങ്ങൾ എന്താണ്? വീണ, പാലാ വിദ്യാഭ്യാസ ഉപജില്ലയിലെ 3 അധ്യാപകർക്ക് പുനർനിയമനം തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന KP വിജയൻ ഈ പണം വാങ്ങുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇതിൽ KP വിജയന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയിലാണ് സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പണം നൽകാനാണ് താൻ കോഴ വാങ്ങിയെന്നുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റന്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഈ സുരേഷ് ബാബുവിനെയും ഇപ്പോൾ പ്രതി ചേർത്ത് എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. വകുപ്പിൽ നിന്നും സെക്രട്ടേറിയറ്റ് നിന്നുള്ള പുനർനിയമനത്തിനുള്ള ഫയലുകൾ അല്ലെങ്കിൽ നിയമനത്തിന്റെ ഫയലുകൾ, മരവിപ്പിച്ച നിയമനം സംബന്ധിച്ച വിശദാംശങ്ങൾ എന്നിവയൊക്കെ ഈ പറയുന്ന KP വിജയന് ലഭിച്ചിരുന്നു. ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കില്ലാതെ ഇത്തരം ഫയലുകൾ പുറത്തു വരില്ല എന്നുള്ളതാണ് വിജിലൻസ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെക്രട്ടേറിയറ്റും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു കോഴ സംഘത്തിന്റെ ഒരു കണ്ണി മാത്രമാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ KP വിജയൻ എന്നുള്ളതാണ് വിജിലൻസ് സംഘം കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ബാബു പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആണ്. ഇയാൾക്കും ഈ തട്ടിപ്പിൽ വലിയ പങ്കുണ്ട്, അല്ലെങ്കിൽ ഇയാളും ഈ ശൃംഖലയുടെ ഒരു കണ്ണിയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വിജിലൻസ് വിലയിരുത്തുന്നത്. പ്രധാനമായും ഇനി വിജിലൻസിന് മുന്നിലുള്ളത് സെക്രട്ടേറിയറ്റിൽ നിന്നും മറ്റും ഈ ഫയലുകൾ പുറത്തേക്ക് വന്ന വഴിയാണ്, ഏത് ഉദ്യോഗസ്ഥൻ വഴി, ഏത് സെക്ഷൻ വഴി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് വിജിലൻസ് സംഘത്തിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി എന്നുള്ളത്. ഈ അറസ്റ്റിലായ KP വിജയൻ ഉപയോഗിച്ചിരുന്ന ഒരു സാധാരണ ഫോണാണ്. അപ്പോൾ അതിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ കണ്ടെത്തുന്നതിനും ഫോൺ ടേക്കുകളടക്കം പരിശോധിക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങളുമായി വിജിലൻസ് സംഘം മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിൽ ഈ ഫയലുകൾ പുറത്തു വന്ന വഴി കണ്ടുപിടിച്ചാൽ സെക്രട്ടേറിയറ്റിലും മറ്റും കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ ഈ തട്ടിപ്പിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൊണ്ടുവരാൻ വിജിലൻസ് സംഘത്തിന് കഴിയുമെന്നുള്ളതാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി അന്വേഷണം അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് വിജിലൻസ് സംഘം ഈ ഘട്ടത്തിൽ നടത്തുന്ന ജോലി എന്നുള്ളത്. ഈ KP വിജയനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഒരു അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തന്നെ ഇത്തരമൊരു തട്ടിപ്പിന്റെ ഭാഗമായി അത്തരമൊരു കേസിൽ പ്രതി ചേർക്കപ്പെടുമ്പോൾ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ തന്നെയുള്ള വലിയ പാളിച്ചകൾ, ഇത്തരത്തിൽ നിയമനങ്ങൾക്കും പുനർനിയമനങ്ങൾക്കും ഒക്കെ കോഴ വാങ്ങി അത് തരപ്പെടുത്തി നൽകാൻ കഴിയുന്ന ഒരു സിൻഡിക്കേറ്റ് പോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ചില ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നു എന്നൊരു വലിയ ഒരു വെളിപ്പെടുത്തലിലേക്കാണ് ഇത്തരത്തിൽ വിജിലൻസിന്റെ അന്വേഷണം വെളിച്ചം വീഴ്ത്തുന്നത്. തുടർ ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ കേസുകളിൽ പ്രതിയാകാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ വിജിലൻസ് വൃത്തങ്ങൾ നൽകുന്നുണ്ട്. ശരി പ്രജിത്ത്.